माधव कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद यद्वैत गदाधर श्रीवजादि गौरभक्त Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Jaya Krishna Balaram, Jaya Krishna Balaram, Krishna Balaram, Jaya Krishna Balaram. Jaya Gauranitai, Jaya Gauranitai, Gauranitai, Jaya Gauranitai, Nitai Gaura Hari Bol, Hari Bol, Hari Bol, Nitai Gaura Hari Bol. Jaya Jaya Prabhupada, 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 Jaya Jaya Prabhupada, Jaya Jaya Gurudev, 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 Jaya Jaya Gurudev. ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ ദണ്ഡ നമസ്കാരം. ഇന്ന് ഞാൻ ഭഗവത്ഗീത ക്ലാസ്സോ ഒന്നും എടുക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ ആ സത്സംഗത്തിലേക്ക് വന്നതാണ്. നിങ്ങളുടെ ഒരു ഒരു ആ ഒരു എന്താണ് ഒരു ലവമാത്ര സത്സംഗം. അതിനുവേണ്ടി ഞാൻ ജോയിൻ ചെയ്തതാണ്. സത്യം ക്ലാസ്സിലായിട്ടൊന്ന് ഇന്ന് എടുക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പൊ വന്നതേ ഉള്ളൂ. അമ്പലത്തിൽ നിന്ന് ഓടി വരുവാണ്. താമസിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് അവിടെ നമുക്കിവിടെ ഒരു എന്താണ് ഒരു ഗസ്റ്റ് ഉണ്ട്. അതായത് ശില പ്രഭുപാദരുടെ ഒരു ആ, എന്താണ് ശിഷ്യനുണ്ട്, ഡയറക്റ്റ് ശിഷ്യനുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ശീല പ്രഭുപാദ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സഹവസിക്കാനും അദ്ദേഹത്തെ സേവിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ഒരു പ്രഭുവാണ്. അദ്ദേഹത്തിന്റെ പേര് ഗുരുദേവ് പ്രഭു എന്നാണ്. ഗുരുദേവ് പ്രഭു. അദ്ദേഹം ലോക്നാഥ് സ്വാമി, രാധനാഥ് സ്വാമി അവരോടൊപ്പം ഒക്കെ ആ, എന്താണ് ദീക്ഷ എടുത്ത ആളാണ്. അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു വൈഷ്ണവനാണ്. ഞാൻ ആ ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ. അപ്പോ ഇന്നലെ രാത്രിയാണ് വന്നത്. ഇന്നലെ വൈകിട്ട് എത്തിയതേ ഉള്ളൂ. അവരങ്ങ് പണ്ടർപൂരിൽ അങ്ങോട്ടാണ് താമസിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് ആദ്യമായിട്ട് വരികയാണ്. കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. കഴിഞ്ഞ വർഷം തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ട്രിവാൻഡ്രത്തേക്കാണ് വന്നിരിക്കുന്നത്. 2 ദിവസം. ഇന്നും വൈകിട്ട് പോകും. രാവിലെ നമുക്ക് ഭാഗവതം ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം വൈകിട്ട് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ പോകും. കിട്ടിയിട്ടില്ല. ഫോട്ടോ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇല്ല. ഞാനത് ഇതിലോട്ട് അയച്ചു തരാം. ഞാൻ ഷെയർ ചെയ്യാം പ്രഭു. പ്രഭുവിനെ കിട്ടിയാ? എന്റെ ഉണ്ട്. ഉണ്ടോ? ഞാൻ അതെങ്ങനെ എത്തി? വിടാം. ഓക്കെ ഓക്കെ. അദ്ദേഹത്തിന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. വളരെ വളരെ ആ ഒരു സാധു സംഘം എന്ന് പറഞ്ഞാല് ലവമാത്ര സാധു സംഘം. അതാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ലവമാത്ര സാധു സംഘം. നമ്മള് സാധാരണഗതിയിൽ സാധാരണപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു നോൺ ഡിവോട്ടി ഒരാൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അല്ലെ? അതുകൊണ്ട് അതെന്താണ് കാര്യം, അതെന്താണ്, അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ കണ്ടാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നതെന്ന്. ഒരു മഹാരാജാണ്, ഒരു സന്യാസിയാണ്, ഇസ്കോൺ സന്യാസി എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം യഥാർത്ഥ സന്യാസിമാരായിട്ട് അവർ അതിൽ ഒന്നിലും വെള്ളം ചേർക്കുന്നവരല്ല. ഇത്രയും പ്യൂർ ആയിട്ടുള്ള ഡിവോട്ടീസ് ആണ് ഇസ്കോണിലെ സന്യാസിമാരെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള എല്ലാവരും തന്നെ വളരെ പ്യൂറാണ്. അപ്പോൾ അവരൊക്കെ ആ ഒരു എന്താണ് ശുദ്ധ സാത്വിക സ്റ്റേജിലേക്ക് പോയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെയൊക്കെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അവരെ ഒരു ദൂരെ നിന്നെങ്കിലും കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആണ്, വളരെയധികം പുണ്യം നിറഞ്ഞതാണ്. അത് അവരെ ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആ ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടും. അല്ലെ? ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് അവരൊക്കെ. ഭഗവാനെ സദാഹരിയായിട്ടിരിക്കുന്നവരാണ്. നമുക്ക് സദാഹരിയായിട്ടിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ആകണമെന്നൊക്കെ താല്പര്യമുണ്ട്. സദാഹരി ആകണമെന്നൊക്കെ താല്പര്യമുണ്ട്. എല്ലാവർക്കും താല്പര്യമുണ്ട്. എപ്പോഴും നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. പക്ഷെ എന്തുകൊണ്ടോ എപ്പോഴും നമുക്കത് സാധ്യമല്ല. അപ്പോ അങ്ങനെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കാണുകയും നമുക്ക് അവരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുകയും ചെയ്യുമ്പോൾ
എന്താണ് ഉം, നമുക്ക് അത്രയും ഭാഗ്യമാണ്, അത്രയും പുണ്യമാണ്. നമുക്കതിന്റെ അത് പറഞ്ഞാൽ അങ്ങനെ വിവരിക്കാൻ പറ്റില്ല. അതാണ് സാരുസംഘ, ലവമാത്ര സാരുസംഘ. അതില് നാരദ മുനി ആ, ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ലവമാത്ര സാരുസംഘ എന്ന് പറഞ്ഞാൽ എന്ന്. അപ്പോ ഞാനിത് എപ്പോഴും ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഈ ഒരു അവസരത്തിൽ അതിന് അനുയോജ്യമായതുകൊണ്ട് ഞാൻ ആ കഥ ഒന്നും കൂടെ പറയുകയാണ്. ഇനി കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. കേട്ടവർക്കൊക്കെ കേട്ടവരെ ഒന്നും കൂടെ കേട്ട് ആസ്വദിക്കുക, സന്തോഷിക്കുക. അപ്പോ ആ, എന്താണ് അവിടെ പറയുന്നത്? അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത് നാരദ മുനിയോട്? നീ ഒരു കാര്യം ചെയ്യും, നീ താഴെ പോയിട്ട് ഏഹ് അവിടെ ഒരു കാട്ടില് ഒരു ഒരു മരത്തില് ഒരു എന്താണ് ഒരു ആ, പുഴുവുണ്ട്. ആ പുഴു ഇപ്പൊ ആ മുട്ടയിൽ നിന്ന് വിരിച്ച് ഇങ്ങോട്ട് ജനിക്കും അല്ലെ? ജനിക്കുമ്പത്തേന് നീ അതിനെ ഒന്ന് പോയി കണ്ടിട്ട് വരണം. കണ്ടിട്ട് വരണം. ഏഹ് അപ്പോ നാരദമുനി താഴോട്ട് വന്നു. നാരദമുനി താഴോട്ട് വന്ന് എന്താണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അദ്ദേഹം ഉം, എന്താണ് ഈ പുഴുവിനെ പോയി ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഈ പുഴു ഇങ്ങനെ കണ്ണു തുറന്നതും ഏഹ് കണ്ടത് ഈ നാരദമുനിയാണ്. ഈ നാരദമുനിയെ കണ്ടത് ഉടനെ തന്നെ ആ പുഴു പെടഞ്ഞങ്ങ് മരിക്കുകയാണ്. പെടഞ്ഞങ്ങ് ചത്തുപോയി അല്ലേ? അപ്പോ ശരിക്കും പറഞ്ഞ നാരദമുനിക്ക് വളരെ വിഷമം തോന്നി. ശോ, ഞാൻ കാരണം ഒരു പുഴുവിനെ ഞാൻ കൊല്ലേണ്ടി വന്നല്ലോ അല്ലേ? അതിന്റെ ജന്മം ഞാൻ ആ കാരണം ഇല്ലാതാക്കിയല്ലോ എന്ന് നാരദമുനിക്ക് തോന്നി. അപ്പൊ നാരദമുനി തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് എന്നെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ആക്കിയത്. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്? എന്നെ കണ്ടതും ആ പുഴു പിടഞ്ഞ് മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഒന്ന് ചിരിച്ചു. ചിരിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒന്നും കൂടെ നീ താഴെ പോകും. അപ്പൊ അവിടെ ഒരു പശുക്കിടാവ് ഇപ്പോ ഒരു പശു ഇപ്പോ ഒരു പശുക്കിടാവിന് ജന്മം നൽകും. ഉം. ഒരു വീട്ടിലെ ഒരു ഇല്ലത്തിലാണത്. നീ അവിടെ പോയി ആ പശുക്കിടാവിനെ ഒന്ന് കണ്ടിട്ട് വരാൻ പറയും. ശരി, ഇതുപോലെ എന്തെങ്കിലും പണി ഒപ്പിക്കാനാണോ ഭഗവാനെ? അല്ല അല്ല, നീ പോയിട്ട് വരൂ എന്ന് പറഞ്ഞു. നാരദ മുനി മനസ്സില്ലാ മനസ്സോടുകൂടി പകുതി മനസ്സോടുകൂടി, കാരണം ആ ഒരു വിഷമത്തിലാണ്, അദ്ദേഹം താഴേക്ക് ഭൂമിയിലേക്ക് വന്നിട്ട് ഈ ഇല്ലത്ത് പോയിട്ട്, ഇല്ലത്ത് പോയപ്പോൾ പശു അങ്ങനെ പ്രസവിക്കാനെടുത്തു. പശു അവിടെ നാരദ മുനി ചെന്നതും പശു പ്രസവിച്ചതും ഒരുമിച്ചിരുന്നു. അപ്പോൾ പശു ഒരു മനോഹരിയായിട്ടുള്ള ഒരു പശുക്കിടാവിനെ പ്രസവിച്ചു. പശുക്കിടാവ് ആദ്യമായിട്ട് കണ്ണു തുറന്ന് നോക്കുന്നത്, കാണുന്നത് ആരെയാണ്? നമ്മുടെ നാരദമുനിയാണ്. നാരദമുനി ഫ്രണ്ട് നിൽക്കുന്നു. നാരദമുനിയെ കണ്ടതും പശു പിടഞ്ഞങ്ങ് മരിച്ചു. ആ പശുക്കുട്ടി, ആ പശുക്കിടാവ് അങ്ങോട്ട് പ്രസവിച്ചതേ ഉള്ളൂ, പിടഞ്ഞങ്ങ് മരിച്ചു. അല്ലേ? എന്ത് കഷ്ടമാണിത് എന്നും പറഞ്ഞിട്ട് നാരദമുനി തിരിച്ചു പോവുകയാണ്. നാരദമുനി തിരിച്ചു പോയി ഭഗവാനോട് പറഞ്ഞു, അയ്യോ ഭഗവാൻ, ഇത് വല്ലാത്ത ചതിയായിപ്പോയി. ഞാൻ രണ്ട് ജീവാത്മാവിനെയാണ് ഞാൻ കൊന്നതെന്ന് പറഞ്ഞു അല്ലേ? ഞാൻ കാരണം അവർക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ശരി, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോ നീ ഒരു കാര്യം ചെയ്യ്, താഴെ അവിടെ ആ രാജാവില്ലേ, ആ രാജകൊട്ടാരത്തിൽ പോയിട്ട് അവിടെ രാജ്ഞി ഇപ്പൊ പ്രസവിക്കും. രാജ്ഞി പ്രസവിച്ച ഒരു കുട്ടി അവിടെ ഉണ്ട്, ഓൾറെഡി കുഞ്ഞ് അവിടെ ഉണ്ട്. പ്രസവിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്നലെ പ്രസവിച്ചതാ. നീ ഒരു കാര്യം ചെയ്യും, നീ ഓടിപ്പോയിട്ട് ആ ആ ആ ആ രാജകുമാരനെ, ഇപ്പൊ പ്രസവിച്ച രാജകുമാരനെ ഒന്ന് കണ്ടിട്ട് വരാൻ പറയും. എന്റെ പൊന്നെ, ഇത് ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ രാജാവിന്റെ ഭടന്മാരെല്ലാരും എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, നീ പോയിട്ട് വരൂ എന്ന്. അങ്ങനെ മനസ്സില്ലാതെ മനസ്സോടുകൂടി പേടിച്ചിട്ടാണെങ്കിലും അദ്ദേഹം താഴോട്ട് വരികയും നാരദമുനി താഴെ വരികയും താഴെ വന്നിട്ട് ഈ കൊട്ടാരത്തിൽ പതുക്കെ ഒളിഞ്ഞു കയറുകയും അല്ലെ, രഹസ്യമായിട്ട് കയറുകയും ആരും കാണാതെ അന്തഃപുരത്തിലേക്ക് പോവുകയും, അന്തഃപുരത്തിലേക്ക് ചെന്നപ്പോ ഒരു കുഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങുന്നു. കൊച്ചുകുട്ടിയാണ്. അവിടെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുക. ഈ നാരദമുനിയെ കണ്ടപ്പോ കണ്ണു തുറന്നിട്ട് ആ കുഞ്ഞ് എണീറ്റിരുന്ന്, കുഞ്ഞു കുട്ടിയാണ്, കുഞ്ഞ് എണീറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അത്ഭുതം. നാരദമുനിക്ക് ഭയങ്കര അത്ഭുതമായി. അങ്ങയ്ക്ക് എന്റെ വണക്കം. കുഞ്ഞു പറയാണ് അല്ലെ, എന്റെ സാദര നമസ്കാരം, എന്റെ പ്രണാമങ്ങൾ, എന്റെ ദണ്ഡ നമസ്കാരം. അങ്ങേപ്പോലെ ഒരു മഹാൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം കിട്ടിയത്. ഞാൻ ആദ്യം പുഴുവായിട്ട്, ഞാൻ വളരെ മോശപ്പെട്ട ഒരു ഒരു ആത്മാവായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പുഴുവായിട്ടാണ് ജന്മം കിട്ടിയത്. ആ ജന്മം കിട്ടിയ ഉടനെ തന്നെ അങ്ങയുടെ ആ ഒരു 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 ലവമാത്ര അല്ലെ, ഒരു നിമിഷം പോലും ഞാൻ ലവമാത്രം എന്ന് പറഞ്ഞ നിമിഷമാണ്. നിമിഷത്തിലും കുറവാണ്. ഇങ്ങനെ കണ്ണു തുറങ്ങുന്ന ഒരു കണ്ണു തുറന്നപ്പോ ആദ്യം കണ്ടത് അങ്ങയാണ്.
അതോടുകൂടി എനിക്ക് എന്റെ മോക്ഷം കിട്ടി. ആ ജന്മത്തിൽ നിന്ന് അല്ലെ, എത്രയോ കൊല്ലം ഞാൻ ജീവിച്ചിരിക്കേണ്ടതാണ്, പക്ഷെ വെറുതെ വൃഥാ കളയേണ്ടത് ആയിരുന്ന ആ സമയം എനിക്ക് മോക്ഷം കിട്ടി. എനിക്ക് അതിന് വിടവ് കിട്ടി, എന്താണ്, ഡിസ്കൗണ്ട് കിട്ടി. എനിക്ക് അപ്പൊ തന്നെ ആത്മാവ് ആ പുഴയിൽ നിന്ന് പോകാൻ പറ്റി. അത് കഴിഞ്ഞ് എനിക്ക് നേരെ എനിക്ക് കുറച്ചുകൂടി നല്ലൊരു ജന്മമാണ് കിട്ടിയത്. പശുക്കിടാവിന്റെ അല്ലെ, പശുവിന്റെ ജന്മമാണ്. പശുക്കുട്ടിയായിട്ട് ഞാൻ ജനിച്ചപ്പോഴും അങ്ങ് വന്ന് എന്നെ അനുഗ്രഹിച്ചു അല്ലെ. അങ്ങ് വന്ന് വരികയും അങ്ങേ കാണുകയും ചെയ്തപ്പോ എനിക്ക് വീണ്ടും മോക്ഷം കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോ ഈ രാജകൊട്ടാരത്തിലെ രാജാവിന്റെ പുത്രനായിട്ട് ജനിച്ചിരിക്കുന്നത് അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ്. എനിക്കതിന് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഈ ഈ ഒരു ജന്മത്തില് ഈ രാജകുമാരനായിട്ട് ഇരുന്നിട്ട് എനിക്ക് ഭഗവാനെ സേവിക്കാനുള്ള ഒരുപാട് അവസരം കിട്ടും അല്ലെ. ഞാൻ ഒന്നിനും ഒഴുകേണ്ട ആവശ്യമില്ല, ഒന്നിനും വിഷമിക്കേണ്ട ആവശ്യമില്ല അല്ലെ. എനിക്ക് നല്ല ഒരു ജന്മം തന്നത് ആരാണ്? അങ്ങാണ്, അങ്ങ് മുഖാന്തരമാണെന്ന് പറയും. അപ്പോഴാണ് നാരദ മുനിക്ക് സമാധാനമായത്. ആ, ഇതാണല്ലേ ഭഗവാൻ പറഞ്ഞ ലവമാത്ര സാധുസംഘം അല്ലെ. സാധു എന്ന് പറഞ്ഞാല് സന്യാസിമാരാണ്. അതായത് എന്താണ്, മറ്റുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള എല്ലാ ജീ എന്താണ് ജീവിത രീതികളും വിട്ടിട്ട് ഭഗവാനെ മാത്രം എന്താണ് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഭഗവാനെ മാത്രം സ്മരിച്ചു കൊണ്ടിരിക്കുന്നവരെയാണ് സാധു എന്ന് പറയുക അല്ലെ. അങ്ങനെയുള്ള ഒരു സാധു സംഘം അല്ലെ, അങ്ങനെയുള്ള ഋഷിമാരോ ഡിവോട്ടീസോ, വളരെ സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസോ, അവരുമായിട്ടുള്ള സാധുസംഘം. ആ സാധുസംഘം കൊണ്ട് നമുക്ക് നേടാൻ പോകുന്നത് ഇതാണെന്ന് നാരദ മുനിക്ക് അന്ന് മനസ്സിലായി. ഇത് തന്നെയാണ് നമുക്കും ഇവിടെ ഉള്ളത് അല്ലെ. നമ്മളതിന് എന്തൊക്കെ അവസരങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ എപ്പോഴും ഉപയോഗപ്പെടുത്തണം. പ്രഭുജി ഫോട്ടോ കാണിക്കാൻ തുടങ്ങിയോ? ഇവിടെ അങ്ങയുടെ എന്താണ് എന്താണ് വാട്സപ്പാണ് ഇവിടെ. വാട്സപ്പ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഇന്നലെ എനിക്കറിയില്ല. എനിക്ക് ചെമ്പുത്തറയിന്ന് മാതാജി അയച്ചു തന്നായിരുന്നു. ആണോ? മാതാജി കൂടെ എനിക്കൊന്ന് അയച്ചു വിടാമോ? മാതാജി പോയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണൻ. ഓക്കെ. അപ്പോ അതാണ് സാധുസംഘം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് ആ ഒരു അവസരം. ഇപ്പോ ആ, ആരൊക്കെയാണ് നമ്മുടെ കൊല്ലം സത്സംഗത്തിൽ നിന്ന് എന്താണ് ബ്രഹ്മോത്സവത്തിന് വന്നിട്ടുണ്ടാവുന്നോ അവർക്കൊക്കെ ആ സാധുസംഘം കിട്ടിയിട്ടുണ്ട് അല്ലെ. അവരെല്ലാവർക്കും തന്നെ ഹിസ് ഹോളിനെസ് ഭക്തി വിനോദ സ്വാമി മഹാരാജനെയും പിന്നെ ഹിസ് ഹോളിനെസ് എന്താണ് ഭാനുസ്വാമി മഹാരാജാനെ അതല്ല പ്രഭു, ഇത് അതല്ല, അത് മഹാവിഷ്ണു ഗോസ്വാമിയാണ്. ഇല്ല, ആ അറിയത്തില്ല. ആ ഓക്കെ. അപ്പോ അല്ലെ, അവർക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ ഫോട്ടോ എടുത്തായിരുന്നു, പക്ഷെ പ്രഭു എനിക്കത് അയച്ചു തന്നില്ല. നമ്മുടെ മനോഹർ ചൈതന്യ പ്രഭു. അതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, സമയത്തൊന്നും ചെയ്തിട്ടില്ല. ഉം. ആ ഹരേ കൃഷ്ണ പ്രഭു. ആ, ഒന്ന് വിടാമോ മാതാജി? അയച്ചിട്ടുണ്ട് പ്രഭു, ഞാൻ അയച്ചിട്ടുണ്ട്, ഇപ്പൊ അയച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ രണ്ടൊന്ന് ഫോട്ടോസ് അയച്ചിട്ടുണ്ട് പ്രഭു. ഓക്കെ. ആ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശരി. മുഖം ക്ലിയർ അല്ല. വീഡിയോ കാണിക്കാൻ പറ്റുമോ? വന്നു. കൃഷ്ണ, ഇന്നലെ വൈകിട്ട് ഇന്നലെ ഹരേകൃഷ്ണ പ്രഭുവാണ് സ്വീകരിക്കാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല എനിക്ക് കിട്ടിയായിരുന്നു. പിന്നീട് അത് ആ മാല ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ മാലയെങ്കിലും കാണാൻ പറ്റുമല്ലോ. ഈ മാല. ഓ, ഹരേകൃഷ്ണ പ്രഭുവിന് എല്ലാ മേഴ്സിയും കിട്ടി, കണ്ടോ, രണ്ടടി കിട്ടി. അവരുടെ ആ തൊട്ടടുത്ത് നിന്നാൽ മതി, നമ്മൾ ഒന്നും ചെയ്യണ്ട, ഒന്ന് അവർ തൊടണ്ട അല്ലേ. അവരൊന്ന് കൈയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനുമാണ് കൂടെ വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു കീർത്തനീയനും കൂടെയാണ് പുറകെ വന്ന ആള്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം മസ്കറ്റിലുണ്ടായിരുന്ന. ഇന്നിപ്പോ രാവിലെ മംഗളാരതിക്ക് വന്നപ്പോ ദേശാശി പ്രഭുവായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണിത്. വേറെ ഫോട്ടോസ് ഉണ്ട് പ്രഭു, അതൊക്കെ ഇട്ട് പ്രഭു. ഇടാം. അപ്പോ
ആ ഗുരുദേവ് പ്രഭു, ഇതാണ്, അതെ, ഇത് ക്ലിയർ ഉണ്ട്, നല്ല ക്ലിയർ ഉണ്ട്. വെരി ഗുഡ്. ഹരികൃഷ്ണ. അപ്പൊ കാണാത്തവർക്കൊക്കെ കാണാൻ പറ്റും. എന്താ എന്താ സ്വീറ്റ്നെസ് നോക്കൂ. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. നമ്മൾ ഇന്നലെ കുറച്ച് സത്സംഗം കിട്ടിയായിരുന്നു വൈകിട്ട്. രാത്രി 9:30 9:45 വന്നപ്പോ ഒരു 11 മണി വരെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമല മഹാരാജിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടോ, ആഹാ, എന്താ എന്താ രസം നോക്കും. അദ്ദേഹത്തിന് ഇടയ്ക്ക് വയ്യാതെയൊക്കെ ആയി, കൈയൊക്കെ ഒരു പ്രശ്നങ്ങളായി, വലത് കൈ അത്ര സ്വാധീനമല്ല. എന്നാലും നോക്കൂ, ഭാഗവതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലങ്ങ് മുങ്ങിക്കുളിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ് പ്രഭാഷണം രാവിലെ 7 മണിക്ക്, 7 മണിക്കാണോ, 7 മണി ക്ലാസ് ഉണ്ട്. ഓക്കെ, 7 മണിക്കോ, ഇന്ന് 8 മണിക്കെന്നാ വിചാരിച്ച. അല്ലല്ല, ഐ എം സോറി സോറി, 8 മണിക്കാണ്, 8 മണിക്കാണ് രാവിലെ. അപ്പോ അതാണ് സാധു സംഘ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ സബ്ജക്ട് എടുക്കാൻ കാരണം ഈ ഈ ഈ പ്രഭുവാണ്. നമ്മള് ഗൃഹസ്ഥരായിട്ടുള്ളവരെയൊക്കെ നമ്മൾ പ്രഭുക്കന്മാരെന്ന് വിളിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പ്രഭു എന്ന് തന്നെ വിളിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ മഹാരാജാവിന്റെ ആ സ്റ്റാറ്റസിലുള്ള ആൾക്കാരാണ്. കാരണം സന്യാസിമാരാവേണ്ടതാണ്. കാരണം അദ്ദേഹം ഗൃഹസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് പത്നിയുണ്ട്. അവർ മഹാരാജൻ കൂടെ വരുന്നുണ്ട്, കൂടെ നടക്കുന്നുണ്ട്. ആ അപ്പോ അതാണ്. ആ, അതാണ് എന്താണ് സാധു സംഘം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ, എല്ലാവരും കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിലേക്ക് ഒരുപാട് എവിടെയെങ്കിലും അതിന്റെ അടുത്തെങ്കിലും എവിടെയെങ്കിലും നിന്നിട്ട് ആ ഒരു വൈബ്രേഷൻ നമ്മളിലേക്ക് വരുവാണ്. ആ ഒരു 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 ആശീർവാദം അല്ലെങ്കിൽ ഒരു മേഴ്സി നമുക്ക് കിട്ടും. അതെ, അവരുടെയൊക്കെ ഒരു നോട്ടം മതി നമുക്ക് എന്താണ് ഇത്രയും മേഴ്സിഫുൾ ആണ്. അപ്പൊ എവിടെയൊക്കെ സാധ്യതയുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്താണ് അത് പിടിച്ചു പറിക്കാൻ ശ്രമിക്കണം. അതാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും. എത്ര പേര് കൊല്ലത്ത് നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. അപ്പോ എല്ലാവരും തന്നെ പത്മനാഭ സ്വാമി മഹാരാജനെയും നമ്മുടെ ഭാനുസ്വാമി മഹാരാജനെയും കണ്ടിട്ടുണ്ടാവും അല്ലെ. അവരെയൊക്കെ കാണുക കാണുക എന്നൊക്കെ പറയുന്നതിന് എന്തുമാത്രം പുണ്യം ചെയ്യണമെന്ന് അറിയാം. എത്ര പേർക്കാണ് ആ ഭാഗ്യം കിട്ടുക. അല്ലെ. ഒരു പക്ഷെ എന്താണ് കൃഷ്ണാപുരത്തിലേക്ക് വന്നില്ലാത്തവരും വരാത്തവരും എന്തൊക്കെയോ പുണ്യം ചെയ്തുകൊണ്ടാണ് അവർ ഈ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ കൂടി അടുത്തൊക്കെ ഇരിക്കാനൊക്കെ പറ്റുന്നത്. അല്ലെ. അവർ അത്രയും ഭാഗ്യം ഉണ്ടെങ്കിൽ അവരൊക്കെ ഒരു 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 ലവ് മാത്രം കാണാൻ പോലും പറ്റത്തുള്ളൂ. അതാണ് ലവ് മാത്രം സാധുസംഘ എന്ന് പറയുന്നത് അല്ലെ. നാരദമുനി പറഞ്ഞ അല്ലെങ്കിൽ നാരദമുനിക്ക് കാട്ടിക്കൊടുത്ത പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് ഞാൻ ഇന്ന് ഇവിടെ വിവരിച്ചത്. അപ്പം അത് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ അതാണ് സാധുസംഘയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവണം. നമ്മൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അവരെയൊക്കെ എവിടെയൊക്കെ നമ്മളിപ്പോ മായപ്പുരൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മഹാരാജാക്കന്മാരെ കാണാം. അപ്പോ നമുക്കൊരു വിലയുണ്ടാവില്ല. അങ്ങനെയല്ല, ഏത് മഹാരാജനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ നമസ്കരിക്കണം. അല്ലെ. നമുക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട ആവശ്യമില്ല. അല്ലെ. മഹാരാജനെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ത്രിദണ്ഡം ഉണ്ടാവും കയ്യിൽ. അല്ലെ. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമ്മള് അവര് ദണ്ഡ നമസ്കാരം ചെയ്യണം. അല്ലെങ്കിൽ മാതാജിമാരാണെങ്കിൽ പഞ്ചാംഗ നമസ്കാരം ചെയ്യണം. കാരണം നമ്മൾ അതില് അവിടെ തറയല്ലേ, അഴുക്കല്ലേ, ചെളിയല്ലേ നമ്മൾ വിചാരിക്കാൻ പോലും പാടില്ല. അല്ലെ. ആ ഒരു നിമിഷം കൊണ്ട് ആ ലവം മാത്രമാണ് നമ്മൾ കാണുന്നത്. ആ ലവം മാത്രത്തിൽ നമുക്ക് അവരുടെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങണം. അപ്പൊ എന്തായിരുന്നാലും വന്നവർക്കൊക്കെ അല്ലെ, ഈ ബ്രഹ്മോത്സവത്തിലേക്ക് വന്നവർക്കൊക്കെ ആ ബ്ലിസ് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഭഗവാൻ എന്ത് സുന്ദരനായിട്ടായിരുന്നു അല്ലെ. കൃഷ്ണ ബലരാം അതിസുന്ദരമായിരുന്നു. നമ്മൾ എത്ര നോക്കിയാലും അല്ലെ, എത്ര കണ്ടാലും മതിയാവാത്ത രീതിയിലുള്ള സൗന്ദര്യമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. അപ്പോൾ അതൊക്കെ അനുഭവിക്കാനായിട്ട് അല്ലെ, അതൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായി. അത് വന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കൊല്ലത്തിനൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമുക്ക് ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല. പുഷ്പാഭിഷേകം സൂപ്പറായിരുന്നു. അതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. അവിടെ എന്താണ് ഒരു 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 പൂട്ട പോലും താഴെ പോകത്തില്ല. അതുകൊണ്ടല്ല, ഒരു പൂട്ട കണ്ടില്ല, എല്ലാവരും തലയിൽ ഇരിക്കുക, തലയിൽ വീഴത്തില്ല. അത് അത്രയ്ക്ക് ആളായിരുന്നു അവിടെ. പക്ഷെ വളരെ മനോഹരമായിരുന്നു. അടുത്ത ബ്രഹ്മോത്സവത്തിന് ഇപ്പോഴേ നമ്മൾ റെഡി ആവണം. 5 ദിവസത്തേക്കാണ് പ്രോഗ്രാം. ഞാൻ നേരത്തെ പറയുകയാണ്. അപ്പോ എന്തായിരുന്നാലും ഇപ്പോ ജാനുവരി 16, 17, 18 അത് ചിലപ്പോൾ ജാനുവരി ഫസ്റ്റ് വീക്കിലേക്ക് അല്ലെങ്കിൽ ഡിസംബർ അവസാനം. കാരണം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് അടുത്ത വർഷം കുറച്ചുകൂടെ നേരത്തെ ആയി. അതിന് ആ സമയത്ത് നമ്മൾ മാറ്റിവെക്കുക അല്ലേ. ബ്രഹ്മോത്സവത്തിന് ഇവിടെ എവിടെയെങ്കിലും വന്ന് തങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നോക്കുക. എത്രയോ ആൾക്കാർ ഇവിടെ തങ്ങിയിട്ട് എല്ലാ 3 ദിവസവും പങ്കെടുത്തുവെന്നറിയാം. അപ്പോൾ അതൊക്കെ നമുക്ക് വിരളമായിട്ട് കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. ആ ഭാഗ്യം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്യും. അപ്പൊ അത് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ്.
മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, നമുക്ക് കിട്ടുന്ന ആ സൗഭാഗ്യങ്ങൾ അതിന്റെ വില എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അല്ലെ? അത് നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോഴേ അറിയുള്ളൂ അതിന്റെയൊക്കെ വില. നമ്മൾ ഇവിടെ ഇങ്ങനെയുള്ള സാധുസംഘത്തിന്റെയൊക്കെ ചെയ്തതിന്റെ ഫലം നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുക. അല്ലെങ്കിൽ തിരിച്ചുള്ള മടക്കയാത്രയിലാണ് നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് അറിയാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ മെറിറ്റ് അറിയാൻ പറ്റുക. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ അപ്പൊ നമുക്ക് മനസ്സിലാവും, ഷോ അന്നത്തെ ആ സാധു സംഘങ്ങളാണ് എനിക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ ഈ തിരിച്ചു പോകുന്ന വഴിക്ക് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ? ഈ തിരിച്ചു പോകാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. അവിടെയൊക്കെ നമുക്ക് എന്താണ് മുള്ളിനും കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ആ സ്ഥലത്തൂടെയാണ് നമ്മൾ പോകേണ്ടത്. പക്ഷെ അതിനൊക്കെ നമുക്ക് പുല്ല് വിരിച്ച അല്ലെങ്കിൽ പൂക്കൾ വിരിച്ച അല്ലെങ്കിൽ എന്താണ് അത്രയും സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തൂടെ പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുണ്യം ചെയ്തിരിക്കണം. അതിപ്പോ ഇവരുടെയൊക്കെ കൂടെ ഒരല്പം അടുത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു സൗഭാഗ്യം കിട്ടും. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പറയുന്നത്. ഇപ്പൊ എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. ഹരിനാമം പറയുക, അല്ലെ? തിരിച്ചു പോകാനൊക്കെ വളരെ എളുപ്പമാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ വിളി കേൾക്കും. അല്ലെ? ഇപ്പോ ഈ ബ്രഹ്മോത്സവത്തിന് വരാൻ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ആൾക്കാർക്ക് വരാൻ പറ്റിയത്. അല്ലാതെ ഒത്താൽ പോവാം, ബസ്സിൽ സ്ഥലം ഉണ്ടെങ്കിൽ പോവാം എന്ന് വിചാരിച്ചിരുന്നവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെ? കാരണം നമ്മുടെ മനസ്സിനകത്ത് ഒരല്പം പോലും ഒരു കൽമഷം അതിനകത്ത് പാടില്ല. അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ സിൻസിയറോടുകൂടി നമ്മൾ ഈ ബ്രഹ്മോത്സവം എനിക്ക് പങ്കെടുത്തേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഭഗവാനോട് എത്തിക്കും. അല്ലെ? നമ്മളിപ്പോ ഗുരുവായൂർ തന്നെ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ നേരെ കാണണമെന്ന് ഇല്ലല്ലോ. അല്ലെ? നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഒറ്റ തള്ളായിരിക്കും. എന്തോ കണ്ടില്ല എന്നുള്ള നിലയിൽ മറഞ്ഞങ്ങ് പോകും. അല്ലെ? ആ രീതിയിലായിരിക്കും നമ്മൾ കാണാം. അപ്പോൾ ഭഗവാനും കൂടെ വിചാരിച്ചാലേ നമുക്ക് നേരത്തെ കാണാൻ പറ്റും. അല്ലെ? ചില സമയത്തൊക്കെ നമ്മൾ അവിടെ ഗുരുവായൂർ ചെല്ലുമ്പോൾ അവിടെ നടയിൽ എത്താറാകുമ്പോഴത്തേന് നട അടയ്ക്കും. അപ്പൊ സാധാരണ ആൾക്കാരെന്ത് വിചാരിക്കും, എന്ത് കഷ്ടമാണ്, ഞാൻ എന്ത് പാവിയാണ്, നട അടച്ചു കളഞ്ഞല്ലോ. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുകയാണ്. അല്ലെ? ഭഗവാൻ അതിനുള്ള ഒരു അവസരം തന്നാണ്. പിന്നെ നട തുറക്കുമ്പോൾ ദീപാരാധനയായിരിക്കും. അത് കാണാനുള്ള അവസരമാണ് അദ്ദേഹം തന്നത്. അല്ലെ? അതൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ ഇനി എത്രയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും അതുവഴി പോകുമ്പോൾ അവിടെ നിർത്താൻ സമ്മതിക്കില്ല. അത് നമുക്ക് കാണാനുള്ള വിധി ഭഗവാൻ കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ മേഴ്സിയും കൂടെ നമ്മുടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ദീപാരാധന കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെയാണ്. ഇതെല്ലാത്തിനും ഓരോ നിമിത്തങ്ങളുണ്ട്. നമ്മൾ എന്താണോ ഉള്ളില് അത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലെ? നമ്മളെ ഉള്ളില് അത്രയും പരിശുദ്ധമായിട്ടുള്ള ഭക്തിയുടെ സേവനമാണ്, അല്ലെങ്കിൽ ഭക്തിയാണ് ഉള്ളതെങ്കിൽ ഭഗവാൻ നമ്മളെ അത്രയ്ക്കും അതിനനുസരിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കും ഭക്തിയിൽ. നേരെ മറിച്ച് അതിനിടയിൽ നമ്മൾ വെള്ളം ചേർക്കാറുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ മനസ്സിലാവും, ഇവൻ എന്നെ ഓർത്തിട്ടല്ല ജപിക്കുന്നത്, വേറെ എന്തൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എല്ലാം കാണാൻ പറ്റുമെന്ന് ഭഗവാൻ അറിയാം. അല്ലെ? ഭഗവാൻ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇതെല്ലാം പ്രകൃതി ഏൽപ്പിച്ചിരിക്കണം. പ്രകൃതി ഇതെല്ലാം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എന്താണ്, നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാനാണ് നമുക്ക് താല്പര്യം, നമുക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം, ഭഗവാനെ അകമഴിഞ്ഞ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ, ഭഗവാന്റെ സേവ നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നതെന്നൊക്കെ അവർ വളരെ കറക്റ്റായിട്ട് അളക്കുന്നുണ്ട്. നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് വേറൊരു ഒരു ഭക്തനെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഓരോ ഭക്തനും ഏത് ലെവലിലാണെന്നുള്ളത് ഈ പ്രകൃതിക്കും, അല്ലെങ്കിൽ ഒരു സെക്കൻഡ്. ഹരീഷ്ണ പജി, ഹരീഷ്ണ പാദം ക്ലാസ് ഉണ്ട്. ചെയ്യാം. ശരി. കൊണ്ടുവരും. ശരി. ഹരേ കൃഷ്ണ. ഓക്കെ, സോറി. അപ്പോ അതാണ് ഞാൻ വിട്ടു. ഓക്കെ. അപ്പോൾ നമ്മളെ കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒന്നുകൂടി. എല്ലാവർക്കും ഹരേ കൃഷ്ണ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഒരു 4 മിനിറ്റ് കൂടെ ഉണ്ട്. ഹരേകൃഷ്ണ പ്രഭുജി, ബ്രഹ്മോത്സവത്തെ കുറിച്ച് നല്ല ഞങ്ങളെ അവിടെ വീണ്ടും അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി. പോയവർക്കൊന്നുകൂടെ ഓർമ്മിക്കാൻ പറ്റി, പോകാത്തവർക്ക് ഒരു നഷ്ടബോധം തോന്നാനും ഇടയായി. ഗംഭീരമായിരുന്നു. Yes.
Yes. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കാൻ പാടില്ല. ഈ അവസരങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുമെന്ന് വിചാരിച്ചാൽ ഇനി ഈ ബ്രഹ്മോത്സവത്തിൽ നമുക്ക് ഒന്നും കൂടെ പങ്കെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് കഴിഞ്ഞു പോയി. ഇനി അടുത്ത ബ്രഹ്മോത്സവത്തിലേക്ക് വേണം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി 1 വർഷം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ, അല്ലേ? അപ്പൊ കിട്ടുന്ന അവസരങ്ങളൊക്കെ എന്ത് വിഷമം സഹിച്ചിട്ടും നമ്മളത് എന്താണ് സ്വീകരിക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഭഗവാൻ തരുന്ന ഓരോ അവസരങ്ങളാണ്, നമ്മൾ തട്ടിക്കളയാൻ പാടില്ല. നമുക്കറിയില്ല അതിന്റെ പുണ്യം എന്താണ്. അത്രയ്ക്കും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. കാണാൻ പറ്റാത്തവർ അങ്ങനെ വിഷമിക്കണ്ട, അല്ലേ? നമുക്ക് വീഡിയോസ് ഒക്കെ ഉണ്ട്, അത് കാണാം. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാനെ, എനിക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും എനിക്ക് വരാൻ സാധിക്കണേ, എന്നെ കൊണ്ടുവരണേ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വരാൻ പറ്റും. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും ഹരേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ആർക്കെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. എല്ലാവരും ഫ്രണ്ടിലോട്ട് വരിക. എല്ലാവരും പുഷ്പാഭിഷേകം കഴിഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ വന്നത്. ഇത്തവണ പറ്റിയില്ല. കൂടെ വരുന്നവർക്കൊക്കെ അങ്ങ് ധൃതിയാണ്, പെട്ടെന്ന് വരണം. വണ്ടി വിളിച്ച് വരുമ്പോഴേ കുറെ ആൾക്കാർക്കൊക്കെ വീട്ടിൽ വരണം എന്ന്. പക്ഷെ എനിക്കൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കണ്ടു, ഈ വർഷം കാണാൻ പറ്റിയില്ല. വൈകുന്നേരം ആയപ്പോ ഞങ്ങൾ ഇനി ഇറങ്ങി. കൃഷ്ണ. എല്ലാവർക്കും പല റെസ്ട്രിക്ഷൻസ് ഇല്ലേ മാതാജി? കാരണം അതാ നമുക്ക് അങ്ങനെ വീട്ടിലെ ഒരു ഒത്തുചേർന്ന് സഹകരണം. പോകുമ്പോ അതെ, അങ്ങനെ വീട്ടിലൊരു സഹകരണം പറ്റുന്നില്ല. ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തണം, അതെ അല്ലെങ്കിൽ അതെ അവിടെ അതെ, ചെല്ലുമ്പോൾ വലിയ പല പ്രശ്നമാണ്. സാഹചര്യങ്ങളിൽ വരുന്നവരാ. അതെ. പിന്നെ വീട്ടില് വേറെ ആരും അവർ നോക്കാനില്ലെങ്കിൽ ഓടി എത്തണം. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ആൾക്കാരല്ലേ നമ്മുടെ കൂടെ വരുന്നത്. ഉണ്ട് നമ്മൾ പ്രഭു ഒറ്റയ്ക്കാണ് ഉണ്ട്. വരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ കൂട്ടത്തോട് വരുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി പക്ഷെ വരും. മനസ്സിൽ അതുകൊണ്ട് ആഗ്രഹമുണ്ട്. ഇപ്പൊ പ്രഭു പറയണത് 5 ദിവസം വന്ന് തങ്ങണമെന്ന്. എനിക്കും കഴിയില്ല. കാരണം പ്രായമുള്ള അച്ഛനും അമ്മയും ഉണ്ട്. അതെ, അവരെ ഇട്ടേച്ച് അങ്ങനെയൊക്കെ എനിക്ക് ഉള്ള വന്നു. റെസ്ട്രിക്ഷൻസ് കുഴപ്പമില്ല മാനേജ്, കുഴപ്പമില്ല. ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ഭഗവാൻ കാണുന്നുണ്ട് മാനേജി, അത് മതി നമുക്ക്. അതുകൊണ്ട് നമുക്ക് ആ ബ്ലെസ് നമുക്ക് കിട്ടും കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ലൊരു സത്സംഗം കിട്ടി. സത്സംഗം ഇല്ലാന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു സത്സംഗം കിട്ടി. അത് ഞാൻ മാത്രമല്ല, ഓടി വന്നതാ പ്രഭു. സർവപാല പ്രഭു ഇന്നലെ പറയുണ്ടായി, പരിഷത്ത് മഹാരാജിന് 7 ദിവസം കൊടുത്തു, സമയം കൊടുത്തു. അദ്ദേഹത്തിന് നേരത്തെ കൂട്ടി. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എത്ര വർഷമൊന്നും അറിയില്ല. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ എന്താന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം ലവമാത്ര പറഞ്ഞ പോലെ കുറച്ച് കിട്ടിയാൽ അത് മതി. ആ സമയം നമ്മൾ യൂസ് ചെയ്യുക. മാക്സിമം ഭഗവത് സേവനത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മള് എന്താ പറയാ, ഒരിക്കലും നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ പറ്റുകയും ഭഗവാന്റെ കൃപ കിട്ടി ഒരുപാട് പല സ്റ്റെപ്പിലേക്ക് മുമ്പോട്ട് വന്ന് ഒരുപാട് സന്തോഷങ്ങൾ എല്ലാവർക്കും. പലരും വിചാരിക്കുന്നത് ഞാനിങ്ങ് വന്നു പോയോ സ്വാമിയായി പോവോ, അയ്യോ എന്റെ കുടുംബം അത് ഇതൊക്കെ മിഥ്യാധാരണകളാണ്. ഭഗവാനെ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഭഗവാന്റെ കൃപയും ആ കുടുംബത്തിന് ഐശ്വര്യവും ഇതൊക്കെ വന്ന് ചേരുന്നത്. അതല്ല അവര് മനസ്സിലാക്കുന്നത്. പിന്നെ അവരുടെ വിചാരം ഇപ്രാവശ്യം പോട്ടെ, അടുത്ത പ്രാവശ്യം ചെയ്യാം പറഞ്ഞാല് നമ്മുടെ നോട്ടീസ് വന്നിട്ടില്ല. ആക്ച്വലി നോട്ടീസ് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാം ഭഗവാന്റെ കൃപ. ഇന്ന് വലിയൊരു സത്സംഗം കിട്ടി. പ്രഭുജിയോട് ആദരവപൂർവ്വം നമ്മളൊരു 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ